വയനാട് അതിർത്തിക്കടുത്ത് തമിഴ്നാട്ടിലെ നീലഗിരി ഓവേലിയിൽ വനംവകുപ്പ് വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണമുണ്ടായ വാർത്ത കൂടി വരികയാണ്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, കാട്ടാന കാരണം വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ഇത് നീലഗിരിയിലാണ്, അതായത് തൊട്ടപ്പുറത്തുള്ള ജില്ല. അവിടെ ഓവലി എന്ന് പറയുന്നത് ഇതൊക്കെ മലയാളികൾ ധാരാളം താമസിക്കുന്ന പ്രദേശമാണ്. ഇത് ജനവാസ കേന്ദ്രമാണ്, കാടല്ല. ജനവാസ കേന്ദ്രത്തിലാണ് കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. ആ കാട്ടാന ഇറങ്ങി ഇന്നലെ രാത്രിയിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി ജനവാസ കേന്ദ്രത്തിലാണ് ഈ കാട്ടാന ഇറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം അതിനെ വാഹനത്തിൽ തുരത്തുന്നതിനിടെയാണ് കാട്ടാന നേരെ ചീറിയടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ചീറിയടിക്കുന്ന അവസ്ഥയിൽ ആളുകൾ ഒച്ച വെച്ചും ഹോൺ മുഴക്കിയും ഒക്കെ ആണ് ഈ കാട്ടാനയെ തുരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത്ര വലിയ അലോസരം ഈ ജനവാസ മേഖലയിൽ കാട്ടാന സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഈ ഓവലിയിലെ കാഴ്ച വ്യക്തമാക്കുന്നത്. SKN. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിലും കാട്ടാനക്കൂട്ടത്തെ കണ്ടു. വനംവകുപ്പ് കാട് കയറ്റിയാലും ആനകൾ തിരികെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നു എന്നതാണ് ജനങ്ങളുടെ പരാതി. ഈ ആനകളുടെ ദൃശ്യങ്ങൾ 24 കിട്ടി. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാര്യം, കാട്ടാനക്കൂട്ടം സംഘടിതമായി ആന ഇറങ്ങിയിരിക്കുകയാണ്, സംഘബലം നാട്ടുകാരെ ബോധ്യപ്പെടുത്താനായിട്ട്. പാലക്കാട് നിന്ന് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഈ കാട്ടാനക്കൂട്ടം കാട് കയറി പോയോ? SKN ഇത് കാട് കയറാതെ തന്നെ നിൽക്കുകയാണ്. അതായത് വാളയാറിൽ നിന്ന് ട്രാക്ക് കടത്തി അപ്പുറത്തെ ഉൾക്കാട്ടിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം നടത്തും. പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തിരികെ മടങ്ങി കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ വീണ്ടും തൊട്ടപ്പുറത്തൊരു മേഖലയിലൂടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ആ പ്രദേശത്തെ ഒരു കർഷകന്റെ കൃഷി മുഴുവൻ ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ആളുകൾക്ക് വലിയ ഭയമുണ്ട്. 14 അംഗ കാട്ടാന കൂട്ടമാണ്. അതിൽ കുട്ടിയാനകൾ അടക്കം എല്ലാവരും ഉണ്ട്. ദൃശ്യങ്ങളിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണെങ്കിലും ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനാൽ ട്രെയിൻ ഗതാഗതവും വലിയ തോതിൽ ബുദ്ധിമുട്ടിലാണ് ഈ മേഖലയിൽ. ഏതും സമയത്താണ് ആന വരുന്നതെന്ന് എഞ്ചിൻ ഡ്രൈവർ, ലോക്കൽ പൈലറ്റിനടക്കം അറിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും അടിയന്തര നടപടി എന്നോണം ആനകളെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. SKN.